ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗിയർ സ്പിൻ ഫിജറ്റ് സ്പിന്നറിൻ്റെ അസംബ്ലിയാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അസംബ്ലി പോയിട്ട് എല്ലാ പാർട്ടും നമുക്ക് സെലക്ട് ചെയ്യാം. എല്ലാ പാർട്ടും സെലക്ട് ചെയ്യാം. ഏതൊക്കെ കൊണ്ടുവരും വേണ്ട. ഇൻസേർട്ട് ബ്രൗസ് ചെയ്യാം. ബോഡി ഓപ്പൺ കൊടുക്കാം. ടോപ്പ് ഷിയർ, ഇൻസേർട്ട്, ബ്രൗസ്, ഗിയർ 1 ഓപ്പൺ കൊടുക്കാം. ഓക്കെ. ഇൻസേർട്ട്, ഗിയർ 2 ഓക്കെ. ഇനി നമുക്ക് ആദ്യം ബിയറിംഗ് ആഡ് ചെയ്ത് കൊടുക്കണം. ബിയറിംഗ് അതിന് നേരെ ഡിസൈൻ ലൈബ്രറിയിൽ ടൂൾ ബോക്സിൽ ആഡ് ഇന്നാവും. ആഡിങ് നാവിൽ ISO തിരഞ്ഞെടുക്കാം. ISO ബിയറിംഗ് ബാൾ ബിയറിംഗ് എടുത്തിട്ട് ആംഗുലർ കണ്ടന്റ് ബാൾ ബിയറിംഗ് അത് തിരഞ്ഞെടുക്കാം. നേരെ ഡ്രാഗ് ചെയ്തിട്ട് ബാൾ ബിയറിംഗ് ആംഗുലർ കണ്ടന്റ് ബാൾ ബിയറിംഗ് ഓക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ മാറ്റി കൊടുക്കാം. സൈസിൽ 8 to 8 നമ്പർ ഓഫ് ബാൾ ഫുള്ള്, ഡീറ്റെയിൽഡ് വ്യൂ, കേജ് ആഡ് കേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. നമുക്കിതിലിപ്പോൾ തൽക്കാലം ഒരെണ്ണം മതി. നമുക്ക് മെറ്റ് റിലേഷൻ പിന്നെ ഈ മെറ്റ് കോയിൻസൈഡ് റിലേഷൻ ഓക്കെ. നമുക്കിപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ സർക്കിളും ബിയറിങ്ങിൻ്റെ ഈ സർക്കിളും കോൺസെൻട്രിക് റിലേഷൻ ഓക്കെ. ബോഡി ആൻഡ് ഡൗൺ സൈഡ് ഓക്കെ. ഇനി നമുക്ക് ഗിയറിൻ്റെ ഇൻസൈഡ് സർക്കിളും ബോഡിയുടെ സൈഡ് സർക്കിളും കോൺസെൻട്രിക് റിലേഷൻ ഓക്കെ. ഗിയർ ഡൗൺ സൈഡ് ഓക്കെ കൊടുക്കാം. ഓക്കെ. കൺട്രോൾ റൈറ്റ് ക്ലിക്ക് ഉപയോഗിച്ചിട്ട് കോപ്പി എടുക്കാം ഈ ഗിയറിൻ്റെ. ഓക്കെ എടുത്തതിന് ശേഷം സർക്കിൾ, ബോഡിയുടെ ഇന്നർ സർക്കിൾ, മെറ്റ് ഓക്കെ. ബാക്ക് സൈഡ് ബോഡി ഡൗൺ സൈഡ് ഓക്കെ. ഗിയർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അഗൈൻ ബിയറിംഗ്, സെക്കൻഡ് ബിയറിംഗ്. അതിന് നമുക്ക് സൈൻ മെട്രിക്കിൽ പോവാം. മെട്രിക് ബിയറിംഗ് ബാൾ ബിയറിംഗ് ഇൻസ്ട്രുമെന്റൽ ബാൾ ബിയറിംഗ് ഇൻസ്ട്രുമെന്റൽ ബാൾ ബിയറിംഗ് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ. ഇത് നമുക്ക് മെറ്റ് ക്ലോസ് ചെയ്യാം. ബാൾ ബിയറിംഗ് ഇൻസ്ട്രുമെന്റൽ ബാൾ ബിയറിംഗ് ഓക്കെ. സൈസ് 8 to 24 ഫുള്ള്, ഡീറ്റെയിൽഡ് വ്യൂ, ആഡ് കേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഒരു ബിയറിംഗ് കൂടി വേണം. ഓക്കെ കൊടുക്കാം.
മെറ്റ്, ഈ ഫേസും മെറ്റ്. ഓക്കെ, ഈ ഫേസും ഗിയറിൻ്റെ ഈ ഫേസും. ഓക്കെ, ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ബോഡി കോപ്പി ചെയ്യാം. ബോഡി മിറർ ചെയ്ത് ടോപ്പ് സൈഡിൽ മിറർ വരുത്തണം. അതിന് നമുക്ക് ലീനിയർ കോമ്പോണൻറ്റ് പാറ്റേൺ, അതിൽ മിററിന് ആദ്യം ഒരു പ്ലെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗിയർ 1 ടോപ്പ് പ്ലെയിൻ ഉണ്ടാവും. പ്ലെയിന് ബോഡി സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. മിറർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബാൾ ബിയറിങ്ങിൽ ISO ബാൾ ബിയറിംഗ് ആംഗുലർ ഒരു ഡയലോഗ് ബോക്സ് വരും, അത് കറക്റ്റാക്കാം. ISO 828 ഫുള്ള് ഡീറ്റെയിൽഡ് വ്യൂ, ആഡ് ഗേജ്. ഓക്കെ കൊടുക്കാം. ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കേജ് ടോപ്പ് ഷീൽഡ് കണക്ട് ചെയ്യാം. അതിന് മെറ്റ്, കേജിൻ്റെ ഈ ലൈനും ബിയറിങ്ങിൻ്റെ ഈ സൈസും, കോസെൻട്രിക് റിലേഷൻ, ഡൗൺ സൈഡ് പ്ലെയിൻ. ഓക്കെ, ഇനി മിറർ ചെയ്യാം. മിറർ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. മിറർ എടുക്കാം. ബോഡി സെലക്ട് ചെയ്യാം. ഓക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ബോഡി. ഇത് നമുക്ക് റിവറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. റിവറ്റ് ആഡ് ചെയ്യാൻ നേരെ ഡിസൈൻ ലൈബ്രറി DIN മെട്രിക് പിൻസിൽ റിവറ്റ്സ്, റിവറ്റിൽ റിവറ്റ് 7341 റിവറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഡയലോഗ് ബോക്സ് വരും. സൈസ് 78 mm, 8 mm. ഓക്കെ, ടൈപ്പ് ഫ്ലാറ്റ്, ലെങ്ത് 30 mm, 18 mm. ഓക്കെ, ഓക്കെ കൊടുക്കാം. ഓക്കെ, മെറ്റ് ഓക്കെ, ഡൗൺ സൈഡും വേണ്ട. ഈ ഫേസും മെറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫേസും ഓക്കെ.
again റിവറ്റ് ഓക്കെ കൊടുക്കാം. ഇത് ക്ലോസ് ആയിട്ട് റിവറ്റ് again ഒരു ഡയലോഗ് ബോക്സ് cancel. 8 mm type A, thickness length 30 mm 28 mm. ഓക്കെ കൊടുക്കാം. ഓക്കെ മെറ്റ് ഓക്കെ ഈ ബോഡി ഓക്കെ ഇനി നമുക്കിത് ഓക്കെ കൊടുത്ത് സേവ് ചെയ്യാം. അസംബ്ലി ടു ഓക്കെ മോഷൻ സ്റ്റഡിയിൽ പോവാം. ഫ്രെയിം 24 ഫ്രെയിം പെർ സെക്കൻഡ് ഓക്കെ. മോട്ടർ ആഡ് ചെയ്യാം. മോട്ടർ ഗിയറിൻ്റെ ഈ ഫേസിൽ സെലക്ട് ചെയ്യാം. 25 RPM ഓക്കെ. ബേസിക് അനിമേഷൻ ഓക്കെ. നേരെ നമുക്ക് ടോപ്പിൽ കയറാം. 10 സെക്കൻഡ് ഓക്കെ. കാൽക്കുലേറ്റിൽ പോവാം. മോട്ടർ ഡിലീറ്റ് ചെയ്യാം. മോഡൽ അഗൈൻ മെറ്റ് ബോഡി നമുക്ക് ഹൈഡ് ചെയ്യാം. ബോഡി ഹൈഡ് എല്ലാം നമുക്ക് ഹൈഡ് ചെയ്യേക്കാം. ഹൈഡ് ചെയ്തിട്ട് ആക്സിസ് ടെമ്പററി ആക്സിസ് ഹൈഡ് ബിയറിംഗ് ഹൈഡ്. മെറ്റ് പോവാം. മെക്കാനിക്കൽ മെറ്റ് ഗിയറിൻ്റെ ഈ ആക്സിസും ഈ ഗിയറിൻ്റെ ഈ ആക്സിസും ഓക്കെ. again മെറ്റ് ഗിയറിൻ്റെ ഈ ആക്സിസും മെറ്റ് ഗിയർ ഓക്കെ. ഇത് റൊട്ടേറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡിയൊക്കെ തിരിച്ചുകൊണ്ട് വരാം. വിസിബിൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം.
മോഷൻ സ്റ്റഡി സെറ്റിങ്സിൽ 50 ഫ്രെയിം പെർ സെക്കൻഡ് മോട്ടർ ലൈനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മോട്ടർ ഈ ഫേസിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 20 RPM ബേസിക് മോഷൻ 10 സെക്കൻഡിൽ കാൽക്കുലേറ്റ്. ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.